വളരെ ഈസി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ്. അതിനാദ്യം നമ്മൾ ക്യാരറ്റും സവാളയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം കുക്കറൊന്ന് ചൂടായ ശേഷം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കറിവേപ്പിലയും കൂടെ ഒന്ന് ആയ ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് നുറുക്ക് ഗോതമ്പ് എടുത്തേക്കുന്നത്. 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കപ്പിൻ്റെ 1.5 കപ്പാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം അനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്തതിന് ശേഷം നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിലിൽ നമ്മൾ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ഉടനെ നമ്മൾ തുറന്ന് നോക്കരുത്. ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യുക. ഹാഫ് ആൻ അവറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും. പപ്പടമോ കറിയോ ഒക്കെ വെച്ച് നമുക്ക് ആഡ് ചെയ്യാം.